എലഫൻ്റയുടെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാനായിട്ട്. 35 രൂപയാണ് നമുക്കൊരു ടിക്കറ്റിന് ചാർജ് വരുന്നത്. 5 ഗുഹാക്ഷേത്രങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കയറി വരുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ്. ശിവൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിലാചിത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് എലഫൻ്റ ഗുഹകൾ. ഈ ഗുഹകൾ AD 5-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നമുക്ക് അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസം ഉയർത്തുന്ന രാവണൻ, അണ്ഡകാരമൂർത്തി, ത്രിമൂർത്തി വിഗ്രഹം, നടരാജൻ്റെ ശില്പം, ഇതുകൂടാതെ നമുക്ക് വലിയൊരു ശിവലിംഗം കൂടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ശിവലിംഗത്തിൽ എല്ലാ വർഷവും മഹാശിവരാത്രിക്ക് മാത്രമാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. ഹൈന്ദവ ബുദ്ധമത ആശയങ്ങളുടെ ഒരു സമന്വയം നമുക്ക് ഇവിടുത്തെ ഓരോ ശില്പങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഈ ഓരോ ഗുഹാക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ഗസാൾട്ട് പാറയിൽ നിന്നാണ്. ഏകദേശം 6000 ചതുരശ്ര അടിയോളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ വിസ്തീർണം വരുന്നത്. എലഫൻ്റ ഗുഹകളുടെ വലത്ത് ഭാഗത്ത് മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ട്. ഏകദേശം ഒരു 700 മീറ്ററൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ടോപ്പിലായിട്ട് ഒരു കാനോൺ പോയിന്റും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വഴിക്ക് ആരും കയറാത്തോണ്ടാണോ അറിയില്ല, കയറുന്തോറും ഉള്ളിലൊരു ടെൻഷൻ വരുന്നുണ്ട്. ആക്ച്വലി ഇതാണ് കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനായിട്ട്. പക്ഷേ ഒരു 700-800 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട്. പകുതിയത്തിപ്പോൾ ഒരു ടെൻഷനായി, ആരും കയറാത്തതുകൊണ്ടും ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടും വലിയ സീനൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇറങ്ങട്ടെ. സമയം 2:30 ആയിട്ടോ. നമ്മൾ എലഫൻ്റാനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് പിടിച്ചിട്ട് പോവാം.